ജപ്പാനിലെ ഒരു ഉത്സവ കഥയാണിന്ന്. ഞങ്ങൾ താമസിക്കുന്ന ഹമാമത്സു എന്ന് പറഞ്ഞ സിറ്റിയിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ഹമാമത്സു ഫെസ്റ്റിവൽ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് ആകപ്പാടൊരു ബഹളവും ആർപ്പുവിളിയൊക്കെ ഉള്ളൊരു ഫെസ്റ്റിവലാണ് ഹമാമത്സു ഫെസ്റ്റിവൽ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് കൈറ്റ് ഫൈറ്റും പിന്നെ രഥങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു പരേഡുമാണ്. ഈ രഥങ്ങളിലൊക്കെ മ്യൂസിക്കൽ പെർഫോമൻസ് നടത്തിയാണ് പോകുന്നത്. ഓരോ ഏരിയയിൽ നിന്ന് ഓരോ രഥങ്ങൾ കാണും. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള രഥത്തിൽ ഇത്തവണ അമ്മയെക്കുട്ടിയും ഈ മ്യൂസിക്കൽ ബാൻഡിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഈ ചെണ്ട പോലത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് അമ്മയെക്കുട്ടി വായിക്കുന്നത്. ഇതിനിവിടെ സുസുമി എന്നാണ് പറയുന്നത്. 10-11 ദിവസം ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും അറിയാത്ത കുട്ടികൾ പതുക്കെ എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കാറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. മാത്രമല്ല ആൾക്കാരായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും ഇതുപോലെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്ന ചാൻസസ് ഇവിടെ കുറവായതുകൊണ്ടും ഈ കുറേ ദിവസങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 7:30 തൊട്ട് 8:30 വരെ രാത്രി 1 മണിക്കൂറാണ് ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി സാധാരണ ഇവിടെ സൗണ്ടൊന്നും ഉണ്ടാക്കാത്ത ജപ്പാനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് കുറച്ച് ദിവസമായിട്ട്. വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി കുറച്ച് ദിവസം.